ആട് 3യുടെ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ഈ സ്ലാപ്സ്റ്റിക് കോമഡി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. ആട് 1 ആണെങ്കിലും ആട് 2 ആണെങ്കിലും നല്ല പ്രതീക്ഷയോടായിരിക്കും ഞാൻ ഈ പടം കാണാൻ പോകുന്നത്. പക്ഷേ ഈ പടത്തിനത് നല്ല പേര് കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ വിജയബാബു ആണെങ്കിലും നമ്മുടെ വിനായകൻ ചേട്ടനാണെങ്കിലും അതേപോലെ തന്നെ ജയസൂര്യ ആണെങ്കിലും ഈ 3 പേർക്ക് നല്ല പേരാണ്. പക്ഷേ എന്നാലും ഈ പടം എന്തായാലും ഞാൻ കാണാൻ പോകും. നിഖില വിമലാണ് ഈ പാട്ട് ചെയ്യാൻ ഇരുന്നതെന്നാണ് റൂമർ. പക്ഷേ അവർ ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഈ പാട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എന്താണ് ഈ പാട്ടിനകത്ത് മേരേ സുൽത്താൻ ഒന്നുമില്ല ഈ പാട്ടിനകത്ത്. പക്ഷേ പിന്നെ അതിനകത്തൊരു കോമഡി സീനുണ്ട്. ജയസൂര്യയുടെ ഒരു ചെറിയൊരു കോമഡി സീൻ, അത് എനിക്ക് ഇഷ്ടമായി. ഇല്ല മറ്റേ പ്രാവ് തൂറുന്ന ഒരു സീനുണ്ടല്ലോ. ഇനി എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. സിനിമ ഇനി അപരാധമായിരിക്കുമോ അതോ നല്ലതായിരിക്കുമോ നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ സർവമായ ആശകളായിരം ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പം ഫ്ലോപ്പ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിസ് ചെയ്യാതെ പോയി കാണുക. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ജെന്യൂൻ റിവ്യൂ ഞാൻ എന്തായാലും പറഞ്ഞായിരിക്കും. അപ്പോൾ ടേക്ക്